നമസ്കാരം. ഈജിപ്തിലെ വലിയ പിരമിഡുകൾ പണിതത് ബഹിരാകാശത്തു നിന്നെത്തിയ അന്യഗ്രഹ ജീവികളാണെന്നാണ് പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇരുമ്പോ ചക്രങ്ങളോ ഒന്നും കണ്ടുപിടിക്കാത്തൊരു കാലത്ത് മനുഷ്യർക്ക് ഇത്രയും വലിയ പിരമിഡുകൾ പണിയാൻ കഴിയില്ല എന്ന് അവർ വാദിക്കുന്നു. അത് ശരിയാണോ? ഇത് പണിതത് അന്യഗ്രഹ ജീവികളാണോ അതോ നമ്മുടെ മനുഷ്യർ തന്നെയാണോ? നമുക്ക് ആ വിഷയത്തെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ആ ഒരു കാലഘട്ടത്തിൽ ഈജിപ്റ്റ് ഭരിച്ചത് ഫറവോ ആയിരുന്നു എന്ന്. ഫറവോയെ ഒരു ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടല്ല അവിടുത്തെ ജനങ്ങൾ കണ്ടിരുന്നത്. അദ്ദേഹത്തെ ദൈവമായിട്ട് തന്നെയാണ് ഈജിപ്തുകാർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഫറവോയുടെ കൽപ്പനകളെല്ലാം അവർ അനുസരിക്കുകയും ഫറവോയ്ക്ക് വേണ്ട നികുതികളെല്ലാം അവർ കൃത്യമായി അടയ്ക്കുകയും ചെയ്തിരുന്നു. ചില ഫറവോമാർ മാത്രം വളരെ കർക്കശത്തോടെ, വളരെ ഉത്തരവാദിത്വത്തോടെ ഭരിച്ചതായിട്ട് നമുക്ക് കാണാം. കൂടുതൽ ഫറവോമാരും വിരുന്നുകളിലും ആഘോഷങ്ങളിലുമൊക്കെ ലയിച്ച് വളരെ ആഡംബരമായൊരു ജീവിതം നയിക്കുകയായിരുന്നു. ഈ ഒരു സമയങ്ങളിലെല്ലാം അവിടുത്തെ ഭരണം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ആയിരക്കണക്കിന് വരുന്ന അഭ്യസ്തവിദ്യരായ ഉദ്യോഗസ്ഥരായിരുന്നു. ഫറവോയ്ക്കും ജൈവമായൊരു ശരീരമുണ്ട്, ആ ശരീരത്തിന് ആവശ്യങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ഫറവോ ആയിരുന്നില്ല ഈജിപ്തുകാരുടെ മനസ്സിലുണ്ടായിരുന്നത്. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഈജിപ്റ്റ് ഭരിക്കുന്ന ഫറവോ എന്നുള്ളത് ലക്ഷക്കണക്കിന് വർഷങ്ങളിൽ കഥകളിലൂടെ കൈമാറി കിട്ടിയ വളരെ ദൈവതുല്യമായ ഒരു വലിയൊരു മനുഷ്യനെയാണ് അവർ സങ്കല്പത്തിൽ കണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഫറവോ ആരാണ് എന്നുള്ളതൊന്നും അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമല്ലായിരുന്നു. കാരണം അവരുടെ കഥകളിൽ അദ്ദേഹത്തിന് ഒരുപാട് കരുത്തുള്ള ദൈവമായ ഒരു മനുഷ്യനെയാണ് അവർ ഫറവോയുടെ സ്ഥാനത്ത് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫറവോയുടെ പേരിൽ ഉദ്യോഗസ്ഥർക്ക് ഭരിക്കുക എന്നുള്ളത് എളുപ്പമായിരുന്നു. അവർ ആ ഒരു സാമ്രാജ്യത്തെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്ത് എങ്ങനെയൊക്കെ നികുതി പിരിക്കണമെന്നും എത്രയൊക്കെ നികുതി പിരിക്കണമെന്നും എല്ലാ കാര്യങ്ങളും അവരാണ് നിശ്ചയിച്ചിരുന്നത്. അവിടെ ഒരു പണി നടക്കുകയാണെങ്കിൽ, അവരുടെ സൈന്യത്തിലോട്ട് ആളുകളെ ആവശ്യമായി വരികയാണെങ്കിൽ എത്ര പേരെ റിക്രൂട്ട് ചെയ്യണമെന്നും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് ഈ ഉദ്യോഗസ്ഥരായിരുന്നു. അതുപോലെ തന്നെ അവരുടെ കലവറകളിൽ എത്രമാത്രം ധാന്യങ്ങളുണ്ട്, മറ്റ് കാര്യങ്ങളെല്ലാം എത്രമാത്രം ഉണ്ട് എന്നുള്ള കണക്കുകളെല്ലാം കൈകാര്യം ചെയ്തിരുന്നതും ഈ ഒരു ഉദ്യോഗസ്ഥരായിരുന്നു. തോടുകളും ജലസംഭരണികളും വൃത്തിയാക്കാൻ എത്ര തൊഴിൽ ദിനങ്ങൾ വേണമെന്ന് അവരായിരുന്നു കണക്കുകൂട്ടിയിരുന്നത്. ഫറവോയുടെ അത്താഴത്തിനായി ആവശ്യമായി വരുന്ന താറാവുകൾ എത്ര, പന്നി എത്ര, മറ്റ് വിഭവങ്ങൾ എത്ര എന്നുള്ളതെല്ലാം കണക്കൂട്ടിയിരുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരായിരുന്നു. അതുപോലെ തന്നെ ഫറവോ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് അദ്ദേഹത്തെ അടക്കേണ്ടത്, എങ്ങനെയാണ് ആ ഒരു പിരമിഡ് പണിയേണ്ടത്, ആ കണക്കുകളും കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്തിരുന്നതും അതിനാവശ്യമുള്ള ചെലവുകളെക്കുറിച്ചൊക്കെ ചിന്തിച്ചും കണക്കുകൂട്ടിയും കരുതിക്കൂട്ടി വെച്ചതുമെല്ലാം ഈ ഒരു വലിയ ഉദ്യോഗസ്ഥ വൃന്ദമായിരുന്നു. ഈജിപ്തിലെ വലിയ പിരമിഡുകളെല്ലാം പണിതത് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ കാര്യനിർവഹണ പ്രാപ്തി കാരണമാണ്. ആയിരക്കണക്കിന് വരുന്ന അഭ്യസ്തവിദ്യരായ ഉദ്യോഗസ്ഥരുടെ കീഴിൽ പതിനായിരക്കണക്കിന് തൊഴിലാളികളെ അവർ നിയമിച്ചു. ഫറവോ അവർക്ക് ആവശ്യമായ ആഹാരവും മറ്റു കാര്യങ്ങളും കരുതി. അപ്പോൾ വർഷങ്ങളോളം ഈ ഒരു തൊഴിലാളികളെ ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ ഇരുമ്പോ ഒന്നുമില്ലെങ്കിൽ തന്നെ ഇത്രയും വലിയ പിരമിഡുകൾ പണിയാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. അതായത് ഈ പറഞ്ഞ ആളുകൾ കൂട്ടമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും വർഷങ്ങളോളം പതിനായിരക്കണക്കിന് ആളുകൾ ചേർന്നാണ് ഇത്രയും വലിയ പിരമിഡുകളൊക്കെ ഉണ്ടാക്കിയത്. അതിനായി ഫറവോ ഒരു ചെറുവിരൽ പോലും അനക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു കണക്കും കൂട്ടിയിട്ടുണ്ടാവില്ല, അദ്ദേഹം ഒരു മൺവെട്ടിയിൽ പോലും തൊട്ടിട്ടുണ്ടാവില്ല. എങ്കിലും ഫറവോ പിരമിഡുകൾ പണിതു എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ അമേരിക്ക ആറ്റം ബോംബ് ഉണ്ടാക്കി എന്ന് പറയുന്നത് പോലെ, ഗൂഗിൾ ഡ്രൈവറില്ലാത്ത കാർ ഉണ്ടാക്കി എന്ന് പറയുന്നത് പോലെ നമ്മൾ പറയുന്നു ഫറവോ ഈജിപ്തിലെ പിരമിഡുകൾ ഉണ്ടാക്കി എന്നുള്ളത്. ശരിക്കും ഇത്രയും വലിയ പിരമിഡുകൾ പണിയാൻ കാരണമായത് അവിടുത്തെ കഴിവുള്ള സാക്ഷരരായ ഉദ്യോഗസ്ഥർ ഉള്ളതുകൊണ്ടാണ്. അവരാണ് അതിനു വേണ്ടിയുള്ള കണക്കുകൾ കൂട്ടിയതും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതും.
ഇതിനുള്ള പണം പിരിച്ചതും മറ്റും വേറെ ചില ഉദ്യോഗസ്ഥരാണ്. ഫറവോ എന്നുള്ളത് അവിടെ ഒരു സ്ഥാനപ്പേര് മാത്രമാണ്, അവിടെ ഒരു വ്യക്തി മാത്രമാണ്. അതാരായാലും അവിടെ പ്രസക്തിയില്ല. അവർ ഉണ്ടാക്കി വെച്ച ഈ ഒരു പ്രോസസ്സ് കാരണമാണ് ഇത്രയും വലിയ പിരമിഡുകൾ ഇന്ന് നമുക്ക് കാണാൻ പാകത്തിന് ഈജിപ്തുകളിൽ നിലനിൽക്കുന്നത്. അല്ലാതെ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന മറ്റ് ആളുകളൊന്നും തന്നെയല്ല ആ ഒരു പിരമിഡ് ഉണ്ടാക്കിയത്. 10,000-കണക്കിന് ജോലിക്കാർ വർഷങ്ങളോളം ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് ആ പിരമിഡുകൾ ഉണ്ടാക്കിയത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഞാൻ ഇന്നത്തെ അധ്യായത്തിൽ ഈ ഒരു കഥകൾ പറഞ്ഞത്. അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.